അതെ, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരങ്ങളിൽ നിന്നൊക്കെ ഇലയൊക്കെ വീണത് സാധാരണ രീതിയിൽ അത് വളമായി മാറാറുണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് സാധാരണ കരിയിലകളെല്ലാം തന്നെ കൂട്ടിയിട്ടിട്ട് നനച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അഴുകി ചേരും. കൂടാതെ നമ്മൾ ഈ പയർ കൃഷി ചെയ്യുന്ന സമയം കണ്ടോ, ഈ പയർ കൃഷി ഇത് ഫുള്ള് പയർ ഞാൻ നട്ടേക്കുന്നതാണ്. ഈ പയർ കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, പയർ ഒന്ന് പൊങ്ങി തുടങ്ങുന്ന സമയത്ത് വേണ്ട, പയറൊന്ന് പൊങ്ങി തുടങ്ങിയിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ഈ ഇടവേളയായിട്ട് നമ്മൾ ഈ ചീര കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ പയറിന്. ഇത് കണ്ടോ, ഞാൻ അതിലെ ഈ ഒരു റൂട്ടിൽ തന്നെ ചീര നട്ടിട്ടുണ്ട്, എല്ലായിടത്തൂടെ ചീര നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നെറ്റ് ഈ പയറിന് നന്നായിട്ട് കയറിപ്പോകാനായിട്ട് അതിൻ്റെ നടുക്കൂടെ ഇട്ട് കൊടുക്കണം. കണ്ടോ, കറക്റ്റായിട്ട് ആ നടുക്കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പയർ വളർന്ന് ആദ്യത്തെ വള്ളി വീഴുന്ന സമയത്ത് തന്നെ ആ ഒരു ഈ ഒരു നെറ്റിൽ കൂടെ കയറി പൊക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ. ഇതിനകത്ത് നമ്മൾ വളമായിട്ട് കൊടുത്തേക്കുന്നത് കോഴിവളമുണ്ട്, അതുപോലെ തന്നെ കുമ്മായം ഇട്ട് ആദ്യമേ ഇതിൻ്റെ പുളിപ്പ്, മണ്ണിൻ്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷമായിട്ട് ഇത് ഇട്ടേക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ.